നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, നീ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടിയൻ്റെ മേലും ശ്രോതാക്കളുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഇറങ്ങി വന്ന് പ്രവർത്തിക്കണമേ. ഞങ്ങൾ വചനം സംസാരിക്കുമ്പോൾ നീ തന്നെ ഞങ്ങൾക്ക് വാക്കുകളെ തരണം. കർത്താവേ, വചനങ്ങളുടെ ആഴമായ അർത്ഥതലങ്ങളിലേക്ക് നീ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകണം. നിൻ്റെ വചനങ്ങൾ ഞങ്ങളുടെ അസ്ഥി മജ്ജനങ്ങളിൽ തുളച്ചു കയറി ഞങ്ങളുടെ ജീവിതത്തിന് ഒരു വലിയ മാറ്റം തരാനും കർത്താവിനോടുകൂടി അടുത്തായിരിക്കാനും കർത്താവിന് വേണ്ടി ജീവിക്കാനും കർത്താവിന് വേണ്ടി മരിക്കാനും തക്കവണ്ണം കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി ഞങ്ങൾക്ക് ജീവിതത്തിലെ പരിവർത്തനം വരുത്തി നിന്നോട് അടുപ്പിച്ച് നീ തന്നെ കൈക്ക് പിടിച്ച് നടത്തി പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഗലാത്യ ലേഖനം 3-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങളാണ്. 23-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ നിയമത്തിൻ്റെ കാവലിൽ ആയിരുന്നു. വിശ്വാസം വെളിപ്പെടുന്നതുവരെ നിയന്ത്രണാധീനരായി കഴിയുകയും ചെയ്തിരുന്നു. നമ്മൾ നിയമത്തിൻ്റെ കാവലിലായിരുന്നു എന്നുവരെ വിശ്വാസം സമാഗതം ആകുന്നതിന് മുമ്പ്. നിയമത്തിൻ്റെ വാഴ്ച ദൈവികമായി നിയമിക്കപ്പെട്ടതാണ്. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയുള്ളതായിരുന്നു ഈ നിയമങ്ങൾ. അതുകൊണ്ടാണ് നമുക്ക് നിയമങ്ങൾ തന്നത്. കാരണം നമുക്ക് ചില മനുഷ്യർക്ക് ചില പരിമിതികളൊക്കെ ഉണ്ട്. ആ പരിമിതിയുള്ള മനുഷ്യന് നിയമങ്ങൾ ആവശ്യമാണ്. കാരണം ആ നിയമങ്ങൾക്കനുസരിച്ച് വേണം നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ജീവിക്കുവാൻ. അതുകൊണ്ടാണ് നിയമം എഴുതി തന്നത് തന്നെ. മനുഷ്യൻ പരിമിതികൾ ഉള്ളവനാണ് എന്ന് ബൈബിള് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ജോബിൻ്റെ പുസ്തകം 13-ാം അധ്യായം 27, അങ്ങ് എൻ്റെ കാലുകൾ ആമത്തിലിടുകയും എൻ്റെ വഴികളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എൻ്റെ കാലടികൾക്ക് അങ്ങ് പരിധി വച്ചിരിക്കുന്നു. ദൈവത്തെക്കുറിച്ച് ജോബ് പറയുന്നതാണ്. നമ്മുടെ കാലടികൾക്ക് ദൈവം ഒരു പരിധി വച്ചിരിക്കുകയാണ്. സങ്കീർത്തനം 90:10, ഞങ്ങളുടെ ആയുഷ്കാലം 70 വർഷമാണ്, ഏറിയാൽ 80, എന്നിട്ടും അക്കാലമത്രയും അധ്വാനവും ദുരിതവുമാണ്. അവ പെട്ടെന്ന് തീർന്ന് ഞങ്ങൾ കടന്നു പോകും. നമ്മളങ്ങ് നിത്യമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കരുത്. നിത്യജീവനുണ്ട്, അത് നമ്മൾ പഠിക്കും. എന്നാൽ ഈ ലോകത്തിൻ്റെ നമ്മുടെ ജീവിതം 70 ദാവീദ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഏറിയാൽ 80. ഒരു പക്ഷെങ്കിൽ ശാസ്ത്രീയമായ ചില വളർച്ച കൊണ്ട് 80-നപ്പുറത്തോട്ട് ഇപ്പം നമ്മൾ കുറച്ചുകൂടെ ഒരു 90 വയസ്സ് വരെയൊക്കെ ഇരുന്നെന്ന് വരാം. അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ജീവിതകാലം. അത് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങ് തീർന്നു പോകും. ഇന്ന് കട്ടിലേലോട്ട് കടന്നു, നേരം വെളുത്തപ്പോൾ എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല, മരിച്ചു കിടക്കുന്നു. ആത്മഹത്യയല്ല, പ്രായമായി, പ്രായത്തിൻ്റെ അസുഖവും നമ്മൾ പറയും, മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പരിധിയുള്ളൊരു മനുഷ്യനാണ്, പരിമിതികളാണ് മനുഷ്യന്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 36-ാം വാക്യത്തിൽ യേശു നമ്മളെ ഒരു പാഠം പറഞ്ഞ് പഠിപ്പിക്കുന്നു. നിന്റെ ശിരസിനെ കൊണ്ടും ആണയിടരുത്, അതിലെ ഒരു മുടി ഇഴ വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിനക്ക് സാധിക്കുകയില്ല. വളരെ നിസ്സാരമായ, ആർക്കും വലിയ വിലയില്ലാതെ
ഇരിക്കുന്ന ഒരു കാര്യമായി മുടിയിഴ. പോയെങ്കിൽ അതങ്ങ് കളയവേ ഉള്ളൂ. അല്ല, സ്വർണം സൂക്ഷിക്കുന്ന പോലൊന്നും സൂക്ഷിച്ച് വെക്കുന്ന വസ്തുവല്ലല്ലോ. അത്രയും വില കൽപ്പിക്കാത്തൊരു വസ്തുവാണ്. പക്ഷേ അതിൻ്റെ നിറമൊന്ന് മാറ്റാൻ നമ്മളെയും കൊണ്ടൊക്കുമോ? വെളുത്ത് വരും, പ്രായമാകുമ്പോഴത്തേന് നരയ്ക്കും. വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ മനുഷ്യനെയും കൊണ്ട് സാധ്യമല്ല. ആർട്ടിഫിഷ്യലായിട്ട് ചില ചായങ്ങളൊക്കെ തേച്ച് കറുപ്പിച്ച് വെക്കുന്നവരുണ്ട്. അതിനെക്കുറിച്ചല്ല കർത്താവ് പറഞ്ഞത്. ഒരു തലമുടി അത് വെളുപ്പിക്കുകയോ കറുപ്പിക്കുകയോ ചെയ്യാൻ മനുഷ്യന് കഴിയുന്നില്ല. മനുഷ്യൻ ചന്ദ്രനിൽ ചെല്ലും, പക്ഷെങ്കിൽ ഈ നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന ഈ ഒരു പ്രവൃത്തി പോലും ചെയ്യുവാൻ മനുഷ്യന് കഴിവില്ല. പരിമിതികൾ ഉള്ളവൻ. അത് കർത്താവ് ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ട് നിങ്ങൾ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും അങ്ങനെ ഉത്കണ്ഠാകുലരൊന്നും ആകണ്ട. കാര്യം നിങ്ങളുടെ കഴിവ് ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോണം. മത്തായി 6:27 കർത്താവിനെ വീണ്ടും പറയുകയാണ്, ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? ആയുസ് നീട്ടിക്കിട്ടണമെന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. കൊച്ചുമക്കളുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് അവർ സൗഭാഗ്യമായിട്ട് ജീവിക്കുന്നത് കണ്ടിട്ട് മരിക്കാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ആഗ്രഹം നല്ലത് തന്നെ. പക്ഷേ ആയുസ് നിങ്ങൾക്കായി നിങ്ങളുടെ സ്വന്തം കഴിവ് കൊണ്ട് ദീർഘിപ്പിച്ച് കിട്ടുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇനി അത് കിട്ടുന്നില്ലെന്ന് വിചാരിച്ച് ഉത്കണ്ഠപ്പെടേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ആ ഉത്കണ്ഠ കൊണ്ട് നിങ്ങളുടെ ആയുസ് നീട്ടി കിട്ടുമോ? നിങ്ങളെയും കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യമാണ് അത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതികൾക്കനുസരിച്ച് എന്ന് ജനിക്കണം, എന്ന് മരിക്കണമെന്നൊക്കെ കർത്താവ് തീരുമാനിച്ചിട്ടുണ്ട്. ഈ രാത്രിയിൽ നിൻ്റെ ആത്മാവിനെ തിരികെ ചോദിച്ചാൽ നിൻ്റെ ആത്മാവിന് പകരമായിട്ട് നീ എന്ത് കൊടുക്കും? എല്ലാ വ്യക്തികളോടും കർത്താവ് ചോദിക്കുന്ന ചോദ്യമാണത്. നീ പകരം എന്ത് കൊടുക്കും? പകരം കൊടുക്കാൻ നിനക്ക് വല്ലതും ഉണ്ടോ? അത് ഓർത്ത് വേണം നമ്മൾ ജീവിക്കാൻ. ഇങ്ങനെ പരിമിതികളിലുള്ള ഒരു മനുഷ്യ സമൂഹമായതുകൊണ്ടാണ് ഒരു നിയമം നൽകപ്പെട്ടതും ആ നിയമം അനുസരിച്ച് ജീവിക്കുവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമുക്കിനി അടുത്ത 24 വാക്യത്തിലോട്ട് പ്രവേശിക്കാം. 24 വാക്യം, തന്നിമിത്തം നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിൻ്റെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകൻ ആയിരുന്നു. നിയമമാണ് നമ്മുടെ ഒരു പാലകൻ. ക്രിസ്തുവിൻ്റെ ആഗമനം വരെയാണെന്നോട് ഓർത്തോണം. അപ്പം നിയമത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ നിലനിൽപ്പും അത് പ്രത്യേകം നമ്മൾ ഓർത്തോണം. ക്രിസ്തുവിൻ്റെ കാലഘട്ടം വരെയാണ്, ക്രിസ്തുവിൻ്റെ ആഗമനം വരെയാണ് ഈ നിയമങ്ങൾ നമ്മളെ പാലകനായിട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം. ഇനി എന്താണ് ഈ പാലകൻ? ബോയി ലീഡർ, ട്യൂട്ടർ എന്നൊക്കെയുള്ളൊരു വാക്കാണത്. ആ അർത്ഥത്തിലാണ് ഇതിവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. കൊച്ചുകുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകണം, സ്കൂളിൻ്റെ ടൈം കഴിയുമ്പോൾ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരണം. ഇപ്പോഴാണെങ്കിൽ ബസ്സിൻ്റെ പിന്നെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ബസ്സിൽ നിന്ന് വന്ന് ഇറങ്ങുമ്പോൾ കുട്ടിയെ വീട്ടിൽ ഗേറ്റ് തുറന്ന് വീട്ടിലോട്ട് കയറ്റണം. ഇങ്ങനെയൊക്കെയുള്ള ചില ജോലികളൊക്കെ ചെയ്യണം. പ്രായപൂർത്തി ആകാത്ത കൊച്ചുകുട്ടികളുടെ അവരുടെ പെരുമാറ്റ രീതികൾ, പെരുമാറ്റത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ ഒന്ന് നിരീക്ഷിച്ച് അവർക്ക് വേണ്ട ചില അഡ്വൈസൊക്കെ കൊടുക്കണം. ഇതൊക്കെയാണ് ഈ പാലകന് ഉള്ള ജോലി എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് സാധാരണയായിട്ട് ഇന്ന് അടിമയല്ല, അക്കാലങ്ങളിൽ അടിമകൾക്കുള്ള ജോലിയായിട്ടാണ് അത് കരുതിയിരുന്നത്. അടിമകളെയാണ് പാലകർ എന്നുള്ള ആ ജോലിയിലേക്ക് നിയമിക്കുന്നത്. വിശ്വസ്തരായിരിക്കണം. വിശ്വസ്തരെ നോക്കിയാണ് യജമാൻ അങ്ങനെ ചെയ്യുന്നത്. ഇത്തരം ഒരു ശിക്ഷണ രീതി അവസാനിപ്പിച്ചത് ക്രിസ്തു തന്നെയാണ്. അവനാണ് നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നത്. ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അത് നമ്മൾ ഓർത്തോണം. റോമർ 10:4 അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അത്തരം ഒരു ശിക്ഷണത്തിലുള്ള നിന്ന് ഉള്ള ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നാം നീതീകരണത്തിൽ അതിലേക്ക് ആയിത്തീർന്നു എന്നുള്ളത് കൊണ്ടാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മളെ നീതിമാന്മാരായിട്ട് എണ്ണുന്നു. അപ്പോൾ പിന്നെ ഈ കൽപ്പനകൾ പ്രത്യേകിച്ച് ആവശ്യമില്ല.
ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മൾ നല്ല നിലയിൽ നല്ലവരായി ജീവിക്കാനുള്ള എല്ലാ കൃപാവരങ്ങളും നമുക്ക് നൽകിയ കൃപയുടെ യുഗമെന്ന് അതുകൊണ്ടാണ് പറയുന്നത്. അടിച്ചേൽപ്പിച്ചൊരു കൽപ്പന തന്നിട്ട് അതനുസരിക്കണമെന്ന് എടുത്ത് അധികാരപൂർവ്വം പറഞ്ഞു നിർത്തേണ്ട കാര്യം ഇപ്പം ഇല്ല. അത് ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്താൽ നമ്മൾ ആ ഒരു വലിയ കൃപ നമുക്ക് ലഭിക്കുക, നമ്മൾ നല്ലവരായിട്ട് അങ്ങ് ജീവിക്കുക. പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തും. ആ രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി ഈ നീതീകരണം എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത് നമ്മൾ ഓർക്കണം. കാര്യം അത് നമുക്ക് സ്വന്തമായിട്ട് നീതീകരിക്കാവുന്നതൊന്നല്ല. നമ്മളെ തന്നെ നീതീകരിക്കാൻ നമ്മളെയും കൊണ്ടൊക്കത്തില്ല. ക്രിസ്തുവാണ് നമ്മളെ നീതീകരിക്കേണ്ടത്. കൊച്ചുകുട്ടികളെ കളിച്ചിട്ടൊക്കെ വന്ന് വൃത്തികേടായാൽ, കൊച്ചുകുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, അവരെ അമ്മമാരെ കുളിപ്പിക്കും. ഈ കൊച്ചുകുട്ടിക്ക് വെള്ളം കോരാനും കുളിക്കാനും ഒന്നും അറിയത്തില്ല, സോപ്പ് തേക്കാനും അറിയത്തില്ല. അപ്പോൾ അത് അമ്മമാരാണ് കുളിപ്പിക്കുന്നത്. നമ്മൾ നീതീകരിക്കപ്പെടുമ്പോൾ ബാഹ്യമായ നമ്മുടെ ശരീരത്തിലെ ചെളികളല്ല. അതുമാത്രമല്ലല്ലോ, ആത്മാവിൽ പാപത്തിൻ്റെ കറകളൊക്കെ പുരണ്ടിരിക്കും. കഴുകിക്കളയാമെന്ന് വിചാരിച്ചാൽ നമ്മളെയും കൊണ്ടൊക്കത്തില്ല. നീതീകരണം മനുഷ്യനാൽ സ്വന്തമായി സാധ്യമല്ല. അത് ക്രിസ്തു നിർവഹിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് തെളിയിക്കുന്ന വാക്യങ്ങൾ ബൈബിളിലുണ്ട്. ജോബ് തന്നെ പറയുന്നു, 9-ാം അധ്യായത്തിലെ 2-ാം വാക്യം. ജോബ് ചോദിക്കുകയാണ്, ഒരുവന് ദൈവത്തിൻ്റെ മുമ്പിൽ എങ്ങനെ നീതിമാനാകാൻ കഴിയും? അയ്യോ, ഞാനങ്ങ് കുളിച്ചേച്ച് വന്നെന്ന് പറയാനൊന്നും ഒക്കത്തില്ല. എങ്ങനെ നീതിമാനാകാൻ കഴിയും? ജെറമിയ പ്രവാചകൻ ചോദിക്കുന്നു, 2-ാം അധ്യായം 22-ാം വാക്യം, എത്രയേറെ താളിയും കാരവും വെച്ച് കുളിച്ചാലും നിന്റെ പാപക്കറ എൻ്റെ മുമ്പിലുണ്ടായിരിക്കും എന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. താളിയും കാരവും ഒക്കെ ഉപയോഗിച്ച് കുളിച്ചാൽ മാറുന്ന ഒന്നേ അല്ല, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപക്കറകൾ കഴുകപ്പെടുന്നു. അവനുള്ള വിശ്വാസം അതിനെ നമ്മളെ ശുദ്ധീകരിച്ച് പാപക്കറകൾ മായ്ച്ചു കളയുന്നു. സ്വയമായിട്ട് നീതീകരിക്കപ്പെടുക സാധ്യമല്ല. സങ്കീർത്തനം 76-7 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ആസാഫിൻ്റെ സങ്കീർത്തനമാണ്. വാക്യം ഇങ്ങനെയാണ്, അങ്ങ് ഭീതിതനാണ്, അങ്ങയുടെ കോപം ഉജ്ജ്വലിച്ചാൽ പിന്നെ ആർക്ക് അങ്ങയുടെ മുമ്പിൽ നിൽക്കാൻ സാധിക്കും? ദൈവത്തിൻ്റെ കോപം ജ്വലിച്ച് വരുമ്പോൾ ദൈവത്തിന് മുമ്പിൽ നിൽക്കാനൊക്കുമോ? ശുദ്ധി പ്രാപിച്ച് വേണം കർത്താവിന് മുമ്പിൽ നിൽക്കാൻ. ദഹിച്ചു പോകുമല്ലെങ്കിൽ. അഗ്നിയാണ് നമ്മുടെ ദൈവം. അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് കയറാം. വാക്യം 25. ഇപ്പോഴാകട്ടെ വിശ്വാസം സമാഗതമായ നിലയ്ക്ക് നമ്മൾ പാലകന് അധീനരല്ല. ആ നിയമങ്ങളാണല്ലോ പാലകരെന്ന് പറയുന്നത്. പാലകരുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ നമ്മൾ നിയമത്തിന് അല്ലെങ്കിൽ പാലകർക്ക് അധീനരല്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? ക്രിസ്തുവിൻ്റെ വിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസം സമാഗതമായ നിലയ്ക്ക്. അപ്പോൾ വിശ്വാസം സമാഗതമായി വന്നു. ആ നിലയ്ക്ക് ഇനി നമുക്ക് പാലകരുടെ ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു പുതുയുഗം ആരംഭിച്ചു, പഴയ യുഗമല്ല. ഇപ്പോൾ മുതൽ ഒരു പുതുയുഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. വിശ്വാസം സമാഗതമായി. അപ്പോൾ പുതുയുഗം പിറന്നു എന്നാണ് പൗലോസ്ലീഹ അവിടെ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്. പുതുയുഗം എന്ന് പറയുമ്പോൾ കൃപായുഗമെന്ന് നമുക്കതിനെ പറയാം. കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ ചൊരിയപ്പെട്ടിരിക്കുന്നു. കൃപ പ്രാപിച്ചാൽ മതി. സൗജന്യമായിട്ട് നിത്യജീവന്, ജീവജലം എല്ലാം സൗജന്യമായിട്ട് വന്ന് വാങ്ങിച്ചോളാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിലർക്ക് അത് വാങ്ങിക്കാൻ ചെല്ലാൻ അറച്ചു നിൽക്കുക അല്ല, ക്രിസ്തുവിൻ്റെ സമീപത്തേക്ക് ചെന്നാൽ മതി. കൃപായുഗം, പുതുയുഗം ആരംഭിച്ചു. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൃപായുഗം തുടങ്ങുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഹെബ്രായ ലേഖനത്തിലെ 7-19 വാക്യം, നിയമം ഒന്നിനെയും പൂർണ്ണതയിൽ എത്തിച്ചിട്ടില്ല.
അതിനേക്കാൾ ശ്രേഷ്ഠവും ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതുമായ പ്രത്യാശ അതിൻ്റെ സ്ഥാനത്ത് നിലവിൽ വന്നു. നിയമം ഇതൊക്കെ ചെയ്ത് ഇതൊന്നും ചെയ്യരുത് ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കും. അത് പാലകരെന്നുള്ള നിലയിലാണ്. അതുകൊണ്ട് പൂർണ്ണതയുണ്ടാകുന്നില്ല. അതിന് പകരമായിട്ടിപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു പ്രത്യാശ. എല്ലാ ക്രിസ്ത്യ വിശ്വാസികൾക്കും ഒരു പ്രത്യാശയുണ്ട്. ഈ ലോകം കുഴപ്പമില്ല, 70, 80 അല്ലെങ്കിൽ ഒരു 10 വർഷം കൂടെ ആയിക്കോട്ടെ, ജീവിച്ച് ഉടങ്ങുന്ന ഇല്ലാതാകുന്നു, മരിക്കുന്നു. പക്ഷേ തീർന്നു പോയിട്ടില്ല എന്ന ഒരു വിശ്വാസിക്ക് ഉറപ്പുണ്ട്. നിത്യജീവനിലേക്ക് അവൻ പ്രവേശിക്കും. ഒരു പ്രത്യാശ അവനെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുക. ഈ പ്രത്യാശയില്ലാത്തൊരു ക്രിസ്ത്യാനിയില്ല. ഒരു ക്രിസ്ത്യാനിയുടെ പ്രത്യാശ ഈ ലോകത്തിൻ്റെ ജീവിതത്തിന് അപ്പുറത്തായിട്ട് എനിക്കൊരു നിത്യജീവൻ അവകാശമായി ലഭിക്കുന്നു. ഈ പ്രത്യാശയിലാണ് ക്രിസ്ത്യാനി ജീവിക്കുന്നത്. ആ പ്രത്യാശയില്ലെങ്കിൽ ശരിയായ വിശ്വാസമില്ല, ശരിയായ ക്രിസ്ത്യാനി അല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇതൊരു പുതിയ അവസ്ഥയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇവിടെ കൂടുതൽ ഉത്തമമായ പലതിനെക്കുറിച്ചും ഹെബ്രായ ലേഖനത്തിലെ പൗലോസ് ആണ് അത് എഴുതിയെന്ന് തന്നെ നമ്മൾ കരുതുന്നു. ഹെബ്രായ ലേഖനത്തിൽ കുറച്ചുകൂടെ പുതിയതായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉത്തമം എന്ന് എടുത്തു പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോട്ട് ചെയ്യാം. ഹെബ്രായ ലേഖനം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഉത്തമമായ ചില അരുളപ്പാടുകൾ പറഞ്ഞിട്ടുണ്ട്. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ മുഖേന അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. പഴയ കാലഘട്ടങ്ങളിലെ പല രീതിയിലാണ് ദൈവം നമ്മളോട് സംസാരിച്ചത്. പ്രപഞ്ചം തന്നെ ദൈവത്തിൻ്റെ വലിയ കഴിവുകൾ, ജ്ഞാനം, അവൻ്റെ ശക്തി, സൃഷ്ടികർമ്മത്തിലുള്ള അവൻ്റെ വൈഭവം, ഇതെല്ലാം നമ്മളോട് പറയുന്നതാണ്. പഴയ നിയമ പുസ്തകം ദൈവത്തിൻ്റെ വചനങ്ങളാണ്. പ്രവാചകന്മാർ ദൈവം നമ്മളോട് സംസാരിച്ചതാണ്. ഇപ്പം പല രീതികളിലാണ് ദൈവം നമ്മുടെ പിതാക്കന്മാരോടൊക്കെ സംസാരിച്ചത്. അബ്രാഹത്തോട് സംസാരിച്ചു, നോഹയോട് ചില കാര്യങ്ങൾ പറഞ്ഞു, മോശയോട് പറഞ്ഞു. അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് പല രീതികളിലൊക്കെയാണ് ദൈവം മനുഷ്യനോട് സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴോ മാലാഖമാരും ഒന്നുമല്ല സംസാരിക്കുന്നത്. ദൈവപുത്രൻ നമ്മോട് നേരിട്ട് സംസാരിക്കുന്നു. ഇതാണ് എൻ്റെ പ്രത്യേകത. അത് കൂടുതൽ ഉത്തമമെന്ന് നമുക്ക് പറയാം. ദൈവം നമ്മളോട് അരുളി ചെയ്തു നേരിട്ട്. ഇതൊരു ഭാഗ്യമല്ലേ? യേശു ഭൂമിയിലെ മനുഷ്യരൂപത്തിലായിരുന്നപ്പോൾ നേരിട്ട് എത്രയോ പേരോട് സംസാരിച്ചു. അപൂർവം കുറച്ച് പേരൊക്കെ യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി. അല്ലാത്തവർക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. മനസ്സിലാക്കിയത് അത്ര ഒരു ഭാഗ്യമാണ്. ദേവാലയത്തിൽ ശിമിയോൻ, രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അയ്യോ, എന്തൊരു ഭാഗ്യം! ആ ശമറിയക്കാര സ്ത്രീ പറയുന്നു. ആ സ്ത്രീയോട് യേശു പറഞ്ഞു കൊടുക്കുകയാണ്. ആ യേശുവിനൊരു സംശയം, ക്രിസ്തുവാണോ, അങ്ങനെ ക്രിസ്തു വരുമെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, നിന്നോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ഞാൻ തന്നെയാണ് മിശിഹ, ക്രിസ്തു. നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ തന്നെയാണ് ക്രിസ്തു. എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്നൊക്കെ യേശു അവളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ഈ മലയിലും ആ മലയിലും അല്ല. ഏതെങ്കിലും പ്രത്യേക കെട്ടിടമുണ്ടാക്കി അതിൻ്റെ അകത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല കർത്താവ് ഇവിടെ പറയുന്നത്. ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അതൊക്കെ യേശു ആ സ്ത്രീയോട് പറഞ്ഞു കാര്യം. ക്രിസ്തു അവിടെ ഒരു കാര്യം വെളിപ്പെടുത്തി, ഞാൻ നിന്നോട് സംസാരിക്കുന്നത് ഞാൻ തന്നെയാണ് ക്രിസ്തു. അങ്ങനെ നേരിട്ട് ക്രിസ്തു നമ്മോട് സംസാരിച്ചു എന്നുള്ള കാര്യം വലിയ ഉത്തമമായ ഒരു കാര്യമാണ്. പിന്നീട് ഉത്തമമായിട്ടുള്ള നമ്മൾ കാണുന്ന ഒരു കാര്യം, മാറാത്ത ഒരു പൗരോഹിത്യം. അതിനൊരു വാക്യം ഞാൻ വായിക്കാം. ഹെബ്രായ ലേഖനം 27-28. അന്നത്തെ പ്രധാന പുരോഹിതന്മാരെ പോലെ ആദ്യമേ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും അനുദിനം അവൻ
ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയും അനുദിനം അവൻ ബലിയർപ്പിക്കേണ്ടതില്ല. അവൻ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ നിയമം ബലഹീനരായ മനുഷ്യരെയാണ് പ്രധാന പുരോഹിതന്മാരായി നിയോഗിക്കുന്നത്. എന്നാൽ നിയമത്തിന് ശേഷം വന്ന ശബ്ദത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും പരിപൂർണനാക്കപ്പെട്ട പുത്രനെ നിയോഗിച്ചിരിക്കുന്നു. പഴയ നിയമകാലങ്ങളിലെ പ്രധാന പുരോഹിതരൊക്കെ ബലികളർപ്പിക്കും. അവർ ബലിയർപ്പിക്കുമ്പോൾ അവരുടെ പാപങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കണം, ജനങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കണം. ബലി പിന്നെയും ആവർത്തിച്ചുകൊണ്ടിരിക്കും. കാരണം ഒരിക്കൽ അർപ്പിച്ച ബലി കൊണ്ട് ആരുടെയും പാപങ്ങൾ മോചിക്കപ്പെടുന്നില്ല എന്നുള്ളത് അവർക്കറിയാം. അവർ ആ പാപത്തെക്കുറിച്ച് ഓർക്കുന്നു, ഉണ്ടാകാം, പക്ഷെങ്കിൽ പാപമോചനം നടന്നില്ല. അതുകൊണ്ട് ആ പാപങ്ങൾ വീണ്ടും അവരെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. എല്ലാ വർഷവും പാപപരിഹാര ബലിയൊക്കെ അർപ്പിച്ചുകൊണ്ടിരിക്കും. എന്നാൽ പുതിയ നിയമത്തിൽ വന്നപ്പോൾ നിത്യനായ പുരോഹിതനാണ് യേശുക്രിസ്തു. അവൻ്റെ പൗരോഹിത്യം ഇല്ലാതാകുന്നില്ല. അവൻ്റെ ജീവനെ, അവൻ്റെ ശരീരത്തെ എന്നേക്കുമായി ഏകബലിയായി ഒരിക്കൽ അർപ്പിച്ചു. അത് മതി. അതുകൊണ്ട് പാപത്തിൻ്റെ പരിഹാരമായി കാൽവരിയിലെ ബലി പാപപരിഹാരത്തിനുള്ള യാഗമാണ്. ആരുടെ? എല്ലാ മനുഷ്യരുടെയും, വിശ്വസിക്കുന്ന എല്ലാവരുടെയും പാപപരിഹാരത്തിനുള്ള ഏകബലി അവനാണ്. അവൻ്റെ പൗരോഹിത്യം കൈമാറപ്പെടുന്നില്ല. അവൻ്റെ ആ ബലി വീണ്ടും ആവർത്തിക്കേണ്ടതില്ല. ഇതെല്ലാം എബ്രായ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. എബ്രായ ലേഖനത്തിൽ ഉത്തമമായ ചില സമ്പത്തിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 10-ാം അധ്യായം 34-ാം വാക്യം. തടങ്കലിലായിരുന്നപ്പോൾ നിങ്ങൾ വേദനകൾ പങ്കിട്ടു. ധനത്തിൻ്റെ അപഹരണം സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചു. എന്തെന്നാൽ കൂടുതൽ ഉത്കൃഷ്ടവും ശാശ്വതവുമായ ധനം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു. കൂടുതൽ ഉത്തമം, കൂടുതൽ ശാശ്വതമായ ധനം നമുക്കുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് എന്ത് ചെയ്തില്ല? ഇവിടെ നമുക്ക് ധന അപകരണങ്ങളോ വേദനകളോ ഒക്കെ വന്നാൽ കാര്യമില്ല, പോട്ടെ എന്ന് നമ്മൾ വിചാരിക്കും. കുറച്ച് പണം നഷ്ടപ്പെട്ടു, പണമല്ല നഷ്ടപ്പെട്ടത്, പോട്ടെ. കുറച്ച് വേദനകൾ സഹിക്കേണ്ടി വന്നു ക്രിസ്തുവിനെ പ്രതി. സാരമില്ല, ക്രിസ്തുവിനെ പ്രതിയല്ലേ സഹിച്ചത്. നമുക്ക് കിട്ടും കൂടുതൽ ശാശ്വത ഉത്കൃഷ്ടമായ ഒരു ധനം നമുക്ക് ലഭിക്കും. പ്രത്യാശ നമുക്കുണ്ട്. അത് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളിരിക്കുക. കിട്ടും 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 ഉത്കൃഷ്ടമായ സമ്പത്ത്. അടുത്തത്, കൂടുതൽ മെച്ചമായ ഒരു പുനരുത്ഥാനം ഉണ്ടാകും. അതിനെക്കുറിച്ച് ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 35-ാം വാക്യം. ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു. മെച്ചപ്പെട്ട പുനരുത്ഥാനം പ്രാപിക്കാൻ വേണ്ടി പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല. ക്രിസ്തുവിനെ പ്രതി ഈ ലോകത്തിലായിരിക്കുമ്പോൾ ആ പീഡകൾ സഹിക്കേണ്ടി വരും. ശാരീരികമോ മാനസികമോ ഒക്കെ ആയിട്ടുള്ള പീഡകൾ ക്രിസ്തുവിനെ പ്രതി സഹിക്കേണ്ടി വരുമ്പോൾ അത് സഹിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് നമ്മൾ. കാരണം നമുക്കൊരു പുനരുത്ഥാനം, കൂടുതൽ മെച്ചപ്പെട്ട ഒരു പുനരുത്ഥാനം നമുക്കുണ്ടാകും എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. ആ ഉറപ്പിന്മേൽ നമ്മൾ പീഡകൾ സഹിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോസ്തലന്മാർ പൗലോസ്, യോഹന്നാൻ, പത്രോസ് ഒക്കെ നമുക്കറിയാമല്ലോ. പീഡകൾ സഹിക്കാനും മരിക്കാൻ അവർ തയ്യാറായി. ഇതൊക്കെ നമുക്കറിയാമല്ലോ. 26-ാം വാക്യം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമ്മളൊക്കെ ദൈവപുത്രന്മാരാണ്. വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ദൈവപുത്രൻ എന്നുള്ളതിനേക്കാട്ടിൽ കൂടുതലൊരു സ്ഥാനത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ ഉണ്ടോ? സ്നേഹിതന്മാർ എന്നൊക്കെ യേശു ശിഷ്യന്മാരെ വിളിച്ചു, നമ്മളെയും വിളിക്കും. ഒരു സ്നേഹിതൻ എന്നുള്ളതിനേക്കാട്ടിൽ എത്രയോ ശ്രേഷ്ഠമായൊരു കാര്യമാണ് പുത്രൻ എന്നുള്ള സ്ഥാനത്തേക്ക് നമ്മളെ ഉയർത്തുക. ദൈവത്തിൻ്റെ ദത്തപുത്രന്മാരായി നമ്മെ ദത്തെടുത്തു എന്നതാണ് ദൈവവും വിശ്വാസികളും തമ്മിലുള്ള ബന്ധം.
ഇത് യേശുക്രിസ്തുവിൽ കൂടിയാണ് നേടിയെടുത്തത്. യേശുക്രിസ്തുവാണ് നമ്മളെ ആ പദവിയിലേക്ക് ഉയർത്തുന്നത്. അതിനെന്ത് ചെയ്യണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിലുള്ള വിശ്വാസം. ആ വിശ്വാസം ക്രിസ്തുവിൽ എൻ്റെ രക്ഷകൻ, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം എന്ന് വിശ്വസിക്കുമ്പോൾ നമ്മളെ ആ സ്ഥാനത്തേക്ക് ഉയർത്തുകയാണ്, ദത്ത് എടുക്കുകയാണ്. 1 യോഹന്നാൻ 3 അധ്യായം 1-2 വാക്യങ്ങളിൽ കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും, വെറുതെ പറയുകയല്ല, അങ്ങനെയാണ് താനും. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായി തീരുമെന്ന് ഇതുവരെ വെളിവാക്കപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഇപ്പോൾ ദൈവപുത്രന്മാരാണെന്നുള്ളത് ഉറപ്പുണ്ടായിരിക്കണം, ഉറപ്പുണ്ട്. ഇനിയും നമ്മൾ എന്തായി തീരുമെന്നുള്ളത് ഇപ്പോഴേ വെളിപ്പെട്ടിട്ടില്ല. ഏതായാലും നമുക്ക് ദൈവമായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ദൈവമക്കളാണെന്നുള്ളതിന് നമ്മൾ ഒരു സംശയവും പ്രകടിപ്പിക്കേണ്ട. അത് നമ്മൾ ഓർത്തോണം. മത്തായിയുടെ സുവിശേഷം 5 അധ്യായം 9 വാക്യം ഇങ്ങനെ പറയുന്നു: സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നമ്മളെയും കൊണ്ട് ഒക്കുന്നില്ല നമ്മൾ വിചാരിക്കും. ആഗ്രഹിക്കുക ചെയ്യാമല്ലോ, പ്രാർത്ഥിക്കുക ചെയ്യാമല്ലോ. ചെറിയ ചെറിയ കാര്യങ്ങളിൽ സമാധാനം ഉണ്ടാക്കാൻ ഒരു പക്ഷേ നമുക്ക് സാധിക്കും. വലിയ യുദ്ധങ്ങളിൽ, ലോകമഹായുദ്ധങ്ങൾ പോലുള്ള യുദ്ധങ്ങളിൽ, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളിൽ ഒന്നും ചിലപ്പോൾ നമ്മളെയും കൊണ്ട് സാധ്യമല്ല എന്ന് വരികിലും അവയെ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. മാത്രമല്ല, നമ്മളാൽ കഴിയുന്ന സാഹചര്യങ്ങളിൽ സമാധാനം സ്ഥാപിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. സമാധാനം സ്ഥാപിക്കുന്നവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ആ വിളി നമുക്ക് കേൾക്കണ്ടേ? തീർച്ചയായിട്ടും കേൾക്കണം. ഗലാത്യർ 4:6 നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. നാം പുത്രന്മാരാകുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം. നമ്മൾ ഈ ലോകസംബന്ധമായിട്ട് പുത്രന്മാരാകുന്നു, ഇന്ന ആളിൻ്റെ, ഇന്ന അമ്മയുടെയും ഇന്ന അപ്പൻ്റെയും പുത്രനാകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മാംസരക്തങ്ങൾ, പിതാവ് പുത്രൻ്റെ അംശം ആ മകനിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട്. അതാണ് പുത്രൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അത് നമ്മൾ പ്രത്യേകം ഓർത്തോണം. ഇവിടെ നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കുമ്പോൾ യേശു കർത്താവ് പിതാവായ ദൈവത്തെ ആബാ പിതാവേ, ഗത്സമേന തോട്ടത്തിൽ യേശു പ്രാർത്ഥിക്കുന്നത് നമുക്കറിയാം. എൻ്റെ പിതാവേ, ആബാ പിതാവേ, നിനക്ക് ഇഷ്ടമെങ്കിൽ നിൻ്റെ ഹിതപ്രകാരം എൻ്റെ ഈ വേദനകളെ, ഈ കാസായെ മാറ്റിത്തരാൻ നീ ഹിതമാകുന്നുവെങ്കിൽ അങ്ങനെ നടത്തണമേ. പിതാവേ എന്ന് വിളിക്കുകയാണ്. ആ പിതാവേ എന്ന് വിളിക്കുവാൻ നമ്മളെയും യോഗ്യരായിരിക്കുകയാണ്. യേശുക്രിസ്തുവിൽ പ്രവർത്തിച്ച ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മളിലും പ്രവർത്തിക്കുന്നു, നമ്മളിലുമായിരിക്കുന്നു. ദൈവത്തെ നോക്കി പിതാവേ എന്ന് വിളിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് ആ ആത്മാവ് നമ്മളിൽ വന്നിരിക്കുന്നത് കൊണ്ടാണ്. യേശു പഠിപ്പിച്ചില്ലേ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ, നിൻ്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. പ്രാർത്ഥന അങ്ങനെ പഠിപ്പിച്ചു. ദൈവത്തെ എൻ്റെ അപ്പ എന്ന് വിളിക്കുവാൻ കർത്താവ് നമ്മളെ പഠിപ്പിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടായിരിക്കുന്നത് കൊണ്ടാണ് അത് സാധിക്കുന്നത്. ആത്മീയമായ രീതിയിൽ ഇങ്ങനെ ഒരു ദത്തെടുപ്പ് പഴയ നിയമത്തിലും ഒരു സൂചനകളുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നിയമാവർത്തനം 14 അധ്യായം
1-2 വാക്യങ്ങൾ. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മക്കളാണ് നിങ്ങൾ. നിങ്ങളുടെ ദൈവമായ കർത്താവിന് പരിശുദ്ധമായ ജനമാണ് നിങ്ങൾ. തൻ്റെ സ്വന്തം ജനമായിരിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിൽ നിന്ന് നിങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്തത്. പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇസ്രായേൽ ജനത്തെ തന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തത് മറ്റ് ജനതകളിൽ നിന്ന്. എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരിക്കാൻ വേണ്ടിയാണ്. ഹോശിയ 11-ാം അധ്യായം 1-ാം വാക്യം. ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. മകനെന്നാ പറയുന്നത്. വാക്യം 27 ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. സ്നാനത്തെക്കുറിച്ചും ക്രിസ്തുവിനെ ധരിക്കുക എന്നൊരാശയമാണ് 27-ാമത്തെ വാക്യത്തിൽ പൗലോസ് എടുത്തു പറയുന്നത്. യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായി വിശ്വസിച്ച് ഏറ്റുപറയുന്നവരെയാണ് നമ്മൾ സ്നാനപ്പെടുത്തുന്നത്. ശിശുക്കൾക്ക് പകരം മാതാപിതാക്കന്മാരോ മറ്റ് ആൾക്കാരോ അതിൻ്റെ പകരമായിട്ട് നിന്ന് വിശ്വാസം ഏറ്റുപറയുന്ന രീതി ചില സഭകളിൽ ഉണ്ട്. ഏതായാലും വിശ്വാസം ഏറ്റുപറയണമെന്നുള്ളത് സ്നാനത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുന്നു. ജലത്താലും പരിശുദ്ധാത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല എന്ന് യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ യേശു കർത്താവ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നിക്കോദിമോസിനോടുള്ള സംഭാഷണം, പരിശുദ്ധാത്മാവിനാലൊക്കെ വീണ്ടും ജനിക്കണം. നിക്കോദിമോസിന് സംശയമുണ്ട്, എങ്ങനെയാണ് രണ്ടാമത് ജനിക്കുന്നത്? അമ്മയുടെ ഉദരത്തിൽ കയറി ജനിക്കാൻ സാധിക്കുമോ? ആ വിഷയത്തിലോട്ട് ഇപ്പം നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനാലുള്ള ഒരു ജനനമാണത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിക്കോദിമോസിന് അവസാനം അത് മനസ്സിലായി കാണും. ഗുരുവെ, നീ ഇസ്രായേലിൻ്റെ ഗുരുവായിട്ട് പോലും നിനക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് കർത്താവ് ചോദിച്ചു. പരിശുദ്ധാത്മാവിനാൽ നമ്മളെ വീണ്ടും ജനിക്കണമെന്നാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ വീണ്ടും ജനിക്കുമ്പോൾ നാം ക്രിസ്തുവിനെ തന്നെയാണ് ധരിക്കുന്നത്. അത് എന്തിനാണ് ക്രിസ്തുവിനെ ധരിക്കുന്നത്? ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി നമ്മൾ സ്നാനത്തിൽ ക്രിസ്തുവിനെ ധരിക്കുന്നു. ഒന്നാമത്തെ ആദത്തിൻ്റെ പാപവസ്ത്രമായ അത്തിമരം കൊണ്ടുള്ള ഇലയ്ക്ക് പകരം ലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുവിനെയാണ് ഇപ്പോൾ നാം ധരിക്കുന്നത്. ഈ സ്നാനത്തിൽ കൂടി യേശു ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. ആ കുഞ്ഞാടിനെയാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. വെള്ളത്തിൽ സ്നാനപ്പെടുമ്പോൾ നാം വിശ്വാസം പരസ്യമായിട്ട് പ്രകടമാക്കിയാണ്, ഒരു സാക്ഷ്യമാണ്. വെള്ളവും പരിശുദ്ധാത്മാവ് 2 വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. സ്നാനം പരിശുദ്ധാത്മാവിൽ നടക്കുകയാണ്. വെള്ളത്തിൽ നമ്മൾ മുങ്ങുന്നു, അല്ലെങ്കിൽ ചില സഭകളിൽ വെള്ളം തളിക്കുകയാണ്. എന്തുകൊണ്ട്? ആ വെള്ളത്തിൽ നമ്മൾ സ്നാനപ്പെടുമ്പോൾ അത് നമ്മുടെ വിശ്വാസം സാക്ഷ്യപ്പെടുത്തുകയാണ്, പരസ്യമായി അത് കാണിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്നുള്ള പ്രയോഗം പൗലോസ് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു വസ്ത്രം എന്നതുപോലെ ധരിക്കുന്നു, ഈ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു അലങ്കാര പ്രയോഗമായിട്ടും നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. 2 കാരണങ്ങൾ നമുക്കിതിൽ ആലോചിക്കാനുണ്ട്. എന്തുകൊണ്ട് പൗലോസ് ആ പ്രയോഗം നടത്തിയിരിക്കുന്നു, വസ്ത്രം ധരിക്കുന്ന പോലെ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് പറയാൻ കാരണം? ഒന്ന്, നമുക്ക് ചിന്തിക്കാവുന്നത്, ഗ്രീസിൽ ഒരു പ്രത്യേക അവിടെ ഒരു മതമുണ്ട്, നിഗൂഢ മതം എന്ന് പറയും.
നിഗൂഢ മതത്തിൽ ഒരാൾ ആ മതത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ അയാൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അവരുടെ ദേവൻ്റെ വസ്ത്രം ധരിക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ആ ദേവനുമായിട്ടൊരു താദാമ്യം വരാൻ വേണ്ടിയാണ്. അങ്ങനെ ആ ദേവൻ്റെ വസ്ത്രം ധരിക്കുക എന്നൊരു പ്രയോഗം ഉണ്ട് ഗ്രീക്കിൽ. ഒരു പക്ഷേ ആ പ്രയോഗം തന്നെയാണോ പൗലോസ് ഇവിടെ ഉപയോഗിച്ചത് എന്ന് നമുക്കറിയത്തില്ല. അല്ലെങ്കിൽ ഒരു കാര്യമുള്ളത്, പഴയ നിയമ ഗ്രന്ഥത്തിൽ തന്നെ ഈ ഇങ്ങനെ വസ്ത്രം ധരിക്കുക എന്നൊരു പ്രയോഗമുണ്ട്. ഒരു പക്ഷേ പൗലോസ് അതങ്ങ് ഉപയോഗിച്ചതായിരിക്കാം. അതിൻ്റെ ഉദ്ദേശം മറ്റൊരാളുടെ സാൻമാർഗിക മനോഭാവവും ജീവിത വീക്ഷണവും സ്വീകരിക്കുക എന്നതാണ്. മറ്റൊരാളുടെ സാൻമാർഗിക ജീവിതം, അതിൻ്റെ ആ മനോഭാവം, ആ ജീവിത വീക്ഷണം നമ്മളങ്ങ് സ്വീകരിക്കുക. ഈ അർത്ഥത്തിലും ഈ ധരിക്കുക എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. 2 ദിനവൃത്താന്തം 6-ാം അധ്യായം 41 ദൈവമായ കർത്താവേ, അങ്ങയുടെ പുരോഹിതന്മാരെ രക്ഷയുടെ അങ്കി അണിയിക്കണമേ. രക്ഷയുടെ അങ്കി അണിയിക്കണമേ പഴയ നിയമത്തിലാണ്. പുതിയ നിയമത്തിൽ പൗലോസിൻ്റെ ലേഖനം, റോമാലേഖനം, കൊളോസോസ് ലേഖനം, എഫേസോസ് ലേഖനം എന്നിവിടങ്ങളിലും ഇതുപോലുള്ള പ്രയോഗം പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. റോമാലേഖനം 13-ാം അധ്യായം 14-ാം വാക്യം കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവീൻ, ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവീൻ. കൊളോസോസ് ലേഖനം 3:10 സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവീൻ. എഫേസോസ് ലേഖനത്തിലെ 4-ാം അധ്യായം 24-ാം വാക്യം യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവീൻ. ഈ 3 ലേഖനങ്ങളിൽ കൂടി പൗലോസ് ഇങ്ങനെ പ്രയോഗിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഈ രണ്ടാമത് പറഞ്ഞ ഒരർത്ഥമുണ്ടല്ലോ, അതാണ് ഈ ഇവിടെ നമുക്ക് പ്രത്യേകമായി എടുക്കാൻ. ആ അർത്ഥമാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ജ്ഞാനസ്നാനത്തെക്കുറിച്ച് അതിനെ പൗലോസ് പല ലേഖനങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചിന്തിക്കാം. കൊളോസോസ് 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ ജ്ഞാനസ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു, മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസം നിമിത്തം നിങ്ങൾ അവനോടുകൂടി ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ജ്ഞാനസ്നാനം നടത്തുമ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. ഒന്ന്, വെള്ളത്തിലോട്ട് മുങ്ങുന്നു, വെള്ളത്തിലൊന്ന് മുക്കും. കൊച്ചുകുട്ടികളെ പൂർണ്ണമായിട്ടങ്ങ് മുക്കുന്നില്ലെങ്കിലും കുറേ മുക്കി വെള്ളം ഇങ്ങനെ ഒഴിക്കുന്നു. അപ്പോൾ എന്തിനാണ് മുക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു ശവസംസ്കാരത്തിന് കുഴിയിലോട്ട് ഇങ്ങനെ ശവം വെക്കുമല്ലോ, അടക്കപ്പെടുന്നു. എന്താണ് അടക്കപ്പെടുന്നത്? പഴയ മനുഷ്യനെ, ജഡമോഹങ്ങളാൽ പാപത്തിൽ വീണുപോയ പഴയ മനുഷ്യനെ ഉരിഞ്ഞ് കളഞ്ഞ് അത് അടക്കപ്പെടുന്നു. ഇത് കാണിക്കുന്നതാണ് ആദ്യ ഭാഗം. രണ്ടാമത് വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ കൊണ്ടുവരുന്നതിൻ്റെ അർത്ഥം നമ്മളെ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേൽക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അർത്ഥം നമ്മൾ പിന്നെ പഠിക്കണം. അതിൻ്റെ അർത്ഥം നമ്മളൊരു പുതിയ മനുഷ്യനായിട്ടാണ് എഴുന്നേറ്റ് വരുന്നത്. പഴയ മനുഷ്യൻ്റെ അത് കളഞ്ഞിട്ട് ഒരു പുതിയ മനുഷ്യൻ എഴുന്നേറ്റ് വരുന്നു. സ്വർഗീയ ശരീരം, ആത്മീയ ശരീരം എന്നൊക്കെ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പുതിയ മനുഷ്യനായിട്ടാണ് പിന്നീട് നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോഴും ജീവിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. റോമാലേഖനം 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. വെള്ളത്തിൽ മുങ്ങുന്നതിൻ്റെ ആ ഭാഗമാണ് എടുത്തു പറയുന്നത്. അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ്. പാപസംബന്ധമായി നമ്മൾ മരിക്കുന്നു. ഇനി നമ്മൾ ആ പാപത്തിൽ ജീവിക്കുന്നില്ല. നമ്മൾ ജീവിക്കുന്നത് ഇനിയും പാപത്തിലല്ല. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ
നമ്മൾ ജീവിക്കുകയാണ്, നീതീകരിക്കപ്പെട്ട വിശുദ്ധിയിൽ ജീവിക്കുകയാണ്. ആ പാപത്തിൽ ഇനി നാം ജീവിക്കുന്നില്ല, അത് മരിച്ചു അടക്കപ്പെട്ടു. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. 1 കൊരിന്ത്യർ 12:13. നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്നാനമേറ്റു. യഹൂദരെന്നോ ഗ്രീക്കുകാരെന്നോ അടിമകളെന്നോ സ്വതന്ത്രരെന്നോ ഭേദം കൂടാതെ എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്യുവാൻ എല്ലാവർക്കും സാധിച്ചു. ഒരേ ആത്മാവിനെയാണ് എല്ലാവരും പാനം ചെയ്യുന്നത്. യഹൂദനാണേലും ഗ്രീക്കുകാരനാണേലും സ്വതന്ത്രനാണേലും അടിമയാണേലും ഇവിടെ ഒരു വ്യത്യാസം കാണിക്കുന്നില്ല. എല്ലാവരും ആ പരിശുദ്ധാത്മാവിനെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. 1 പത്രോസ് 3:20-21 വാക്യങ്ങളിൽ പത്രോസ് വേറൊരു കാര്യം കൂടെ ഉപമിച്ച് പറയുകയാണ്. ആ പെട്ടകത്തിലുണ്ടായിരുന്ന 8 പേർ മാത്രമേ ജലത്തിലൂടെ രക്ഷ പ്രാപിച്ചുള്ളൂ. അതിൻ്റെ സാദൃശ്യമുള്ള ജ്ഞാനസ്നാനം ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കുന്നു. അത് നിങ്ങളുടെ ശരീരത്തിലെ മാലിന്യത്തിൻ്റെ നിർമ്മാർജ്ജനമല്ല, മറിച്ച് ശുദ്ധ മനസ്സാക്ഷിക്കായി യേശുക്രിസ്തുവിൻ്റെ ഉദ്ധാനം വഴി ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥനയാണ്. പത്രോസ് മാത്രമേ ഈ ഒരു സാദൃശ്യം കാണിച്ചിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. കാരണം നോഹയുടെ കാലത്ത് നടന്ന ആ പെട്ടകത്തിൽ കയറി രക്ഷ പ്രാപിച്ചത് നോഹയും കുടുംബവും 8 പേര് മാത്രമാണ്. കർത്താവാണ് ആ പെട്ടകം ഉണ്ടാക്കിയതും വാതിലടച്ചതുമെല്ലാം. അപ്പോൾ ആ ജലത്തിൽ കൂടെ രക്ഷപ്പെട്ടത് ഇന്ന് നമ്മൾ നടത്തുന്ന സ്നാനവുമായിട്ട് ഒന്ന് സാദൃശ്യമുണ്ട് എന്നാണ് പത്രോസ് പറയുന്നത്. ജലത്തിൽ കൂടെ അവരെ രക്ഷ പ്രാപിച്ചു. ഇവിടെ അജ്ഞാനസ്നാനം രക്ഷയുടെ അടിസ്ഥാനമാണ് എന്ന് പത്രോസ് അത് ചൂണ്ടിക്കാണിക്കുകയാണ്. 28-ാം വാക്യം. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു വാചകം ഉണ്ടല്ലോ, ഒരേ ആത്മാവിനെ എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നു, ഏക ശരീരം. അപ്പോൾ പ്രധാന കാര്യം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ അവിടെ എന്തുവാ ആദ്യം പറഞ്ഞ ചെറിയ കാര്യത്തിലുള്ള വ്യത്യാസം അത് കണക്കാക്കാനില്ലല്ലോ. ഇൻസിഗ്നിഫിക്കൻസ്, യാതൊരു കാര്യമില്ല. യഹൂദനാണോ ഗ്രീക്കുകാരനാണോ സ്ത്രീയാണോ പുരുഷനാണോ സ്വതന്ത്രനാണോ അടിമയെന്നാണോ, ഇങ്ങനൊരു വ്യത്യാസമേ അവിടെ നോക്കേണ്ടതായിട്ടില്ല. ഒരേ ആത്മാവിൽ കൂടി 1 കൊരിന്ത്യർ 12:13 വാക്യമാണ്. ഒരേ ആത്മാവിൽ കൂടി ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് വിശ്വാസികൾ ആദ്യം തന്നെ സംയോജിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് 2-ാം തരത്തിൽ പറഞ്ഞ വ്യത്യാസമുണ്ടല്ലോ, അതൊക്കെ അങ്ങ് അപ്രത്യക്ഷമാകുകയാണ്. ഈ വാക്യമുണ്ടല്ലോ, 28-ാം വാക്യം, പൗലോസിൻ്റെ ലേഖനത്തിൻ്റെ പരകോടി എന്നാണ് അറിയപ്പെടുന്നത്. വാക്യം ഇതാണ്: യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. ഇവിടെ ഇത് പരകോടി എന്ന് പറയാൻ കാരണം ഇവിടെ മനുഷ്യൻ്റെ സമത്വം വെളിപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവിൽ നമ്മൾ ഒന്നായി കഴിയുമ്പോൾ പിന്നെ എന്തുവാ വ്യത്യാസം? പിന്നെ അവൻ്റെ നഖത്തിന് നീളം കൂടുതലാണെന്നോ, ഇവൻ്റെ മുഖത്തിൻ്റെ നിറം വെളുത്തതാണെന്നോ, മറ്റോ കറുത്തതാണെന്നോ, ഇവൻ പുരുഷനാണെന്നോ സ്ത്രീയാണെന്നോ, എന്തോ അർത്ഥം? അതിലൊന്നും യാതൊരു കാര്യവുമില്ല എന്നാണ് പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മളെല്ലാവരും ക്രിസ്തുവിൽ സമത്വമുള്ളവരാണ്. മനുഷ്യൻ്റെ സമത്വത്തെ ഈ വാക്യം ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ടാണിത് പരകോടി എന്നുള്ള വാക്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സുഭാഷിതങ്ങൾ 22:2 ധനികനും ദരിദ്രനും ഒരു കാര്യത്തിൽ തുല്യരാണ്, ഇരുകൂട്ടരെയും സൃഷ്ടിച്ചത് കർത്താവാണ്. അവിടെ വ്യത്യാസമൊന്നുമില്ല. അപ്പോസ്തലപ്രവൃത്തികൾ 10:28 പത്രോസ് പറയുകയാണ്, ഒരു മനുഷ്യനെയും ഹീനജാതിക്കാരനെന്നോ അടിമയെന്നോ അശുദ്ധനെന്നോ വിളിക്കരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നു. സംഭവം നമ്മൾ വിധിക്കുന്നില്ല. പത്രോസിനെ അത് മനസ്സിലായി. ആരെയും ഹീനജാതിക്കാരനെന്നോ അശുദ്ധനെന്നോ ഒന്നും വിളിക്കാൻ പാടില്ല. യാക്കോബ് അപ്പോസ്തലൻ ശ്ലീഹ 2:15 എൻ്റെ പ്രിയ സഹോദരരെ ശ്രവിക്കുവീൻ, തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത രാജ്യത്തിലെ അവകാശികളും
വിശ്വാസത്തിൽ സമ്പന്നരുമായി ദൈവം തിരഞ്ഞെടുത്തത് ലോകത്തിലെ പാവപ്പെട്ടവരെയല്ലേ? ജോബ് 24:19. അവിടുന്ന് രാജാക്കന്മാരോട് പക്ഷപാതം കാണിക്കുന്നില്ല, ധനവാന്മാരെ ദരിദ്രന്മാരെക്കാൾ പരിഗണിക്കുന്നുമില്ല, അവരെല്ലാവരും അവിടുത്തെ സൃഷ്ടികളല്ലേ. 29-ാമത്തെ വാക്യം. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്, വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളുമാണ്. വിശുദ്ധ ലിഖിതപരമായും സിദ്ധാന്തപരമായും പൗലോസ് തൻ്റെ സുവിശേഷത്തെ പ്രതിരോധിക്കുകയാണ്. അബ്രാഹത്തിനോട് ചെയ്ത വാഗ്ദാനങ്ങളുടെ അവകാശിയാകാൻ നിയമാനുഷ്ഠാനം ആവശ്യമില്ല, പിന്നെയോ വിശ്വാസമാണ് ആവശ്യമായിരിക്കുന്നത്. യഥാർത്ഥാർത്ഥത്തിൽ അബ്രാഹാമിൻ്റെ സന്തതി ആകുന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഗ്രീക്കുകാരുടെയും പാലസ്തീൻകാരുടെയും പിന്തുടർച്ചാവകാശ നടപടിക്രമം വിവരിച്ചുകൊണ്ട് പൗലോസ് അത് തെളിയിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എന്തെല്ലാമാണ്? അബ്രാഹത്തോട് ചെയ്തൊരു വാഗ്ദാനം വളരെയേറെ സന്താനങ്ങളെ നൽകും അബ്രാഹത്തിന്. ഉൽപ്പത്തി 17-ാം-2 വാക്യം. അബ്രാഹാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും, ഞാൻ നിനക്ക് വളരെയേറെ സന്താനങ്ങളെ നൽകും. പുറപ്പാട് 6:4 മോശയോട് ചെയ്ത ഒരു വാക്കുണ്ട്. കർത്താവ് മോശയോട് പറഞ്ഞു, അവർ പരദേശികളായി പാർത്തിരുന്ന കാനാൻ ദേശം അവർക്ക് നൽകുമെന്ന് അവരുമായി ഞാൻ ഉടമ്പടി ചെയ്തിരുന്നു. ദൈവം എലയാസാറിൻ്റെ മകൻ ഫിനെഹാസിനോട് ചെയ്ത ഒരു ഉടമ്പടിയുണ്ട്. സംഖ്യാപുസ്തകം 25:12. ആകയാൽ അവനുമായി സമാധാനത്തിൻ്റെ ഉടമ്പടി സ്ഥാപിക്കുന്നു. അത് അവനും അവന് ശേഷം അവൻ്റെ സന്തതികൾക്കും നിത്യ പൗരോഹിത്യത്തിൻ്റെ ഉടമ്പടിയായിരിക്കും. ഫിനെഹാസ് നമ്മൾ കുർബാനയിലൊക്കെ പാടുന്ന പാട്ടിലുണ്ട് ഈ ഫിനെഹാസിൻ്റെ കാര്യം. നാഥാൻ പ്രവാചകൻ വഴി ദാവീദിനോട് കർത്താവ് പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. 2 ശമൂവേൽ 7:12-13. ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥാപിതമാക്കും. അവൻ എനിക്ക് ആലയം പണിയും, അവൻ്റെ സിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. ദാവീദിൻ്റെ പുത്രൻ ശലോമോൻ രാജാവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹമാണ് ആലയം പണിയുന്നത്. ആ രാജ്യത്വം എന്നേക്കും നിലനിൽക്കും. നമ്മളവർക്ക് ഇപ്പോൾ ആ രാജ്യത്വം ഇല്ലല്ലോ എന്ന് അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. ക്രിസ്തുവിൻ്റെ രാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നും നിലനിൽക്കുന്ന രാജ്യം. ദാവീദിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവാണ്. അവൻ്റെ രാജ്യത്വം എന്നേക്കും നിലനിൽക്കും, സുസ്ഥിരമായിരിക്കും. സങ്കീർത്തനം 89:28 ദാവീദിനെക്കുറിച്ചൊരു വാക്കുണ്ട്. എൻ്റെ കരുണ എപ്പോഴും അവൻ്റെ മേലുണ്ടായിരിക്കും, അവനോടുള്ള എൻ്റെ ഉടമ്പടി അചഞ്ചലമായി നിലനിൽക്കും. യെശയ്യാ 59:21 കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അരുളി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്, നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും നിൻ്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിൻ്റെയോ നിൻ്റെ സന്തതികളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. നമ്മൾ 23-ാം വാക്യം മുതലാണ് തുടങ്ങിയത്. 3-ാം അധ്യായം പൂർത്തിയായി. സമയം അങ്ങോട്ട് തീരുന്നത് കൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ്. നമ്മൾ ഇന്ന് ചിന്തിച്ചത് അബ്രാഹത്തോട് ചെയ്ത വാഗ്ദാനങ്ങൾ, അത് സ്ഥിരമായി നിൽക്കുന്ന വാഗ്ദാനങ്ങളാണ്. വാഗ്ദാനങ്ങളും നിയമവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. വാഗ്ദാനങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ, അതിലൊരു യാതൊരു മാറ്റവും പിന്നീട് വരുന്നില്ല. നിയമങ്ങൾ എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു പാലകനാണ്. അത് കർത്താവിൻ്റെ ആ യുഗമുണ്ടല്ലോ, കർത്താവിൻ്റെ സമയം എത്തി വരുന്നത് വരെ നമുക്ക് കാവലിന് വേണ്ടി ഏർപ്പെടുത്തിയതാണ്. ഇന്ന് കൃപയുടെ യുഗമാണ്.
ആ കൃപയുടെ യുഗത്തിൽ നമ്മൾ രക്ഷ പ്രാപിക്കുന്നത് കർത്താവ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം വിശ്വാസത്തിൻ്റെ ഈ കാലഘട്ടം വന്നപ്പോൾ നമുക്ക് ആ നിയമങ്ങളുടെ എല്ലാം പൂർത്തീകരണം യേശു കഴിഞ്ഞു. ഇനി നമ്മൾ ആ വിശ്വാസത്തിൻ്റെ ലാണ് ജീവിക്കുന്നത്. നമുക്കൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയിൽ നമ്മൾ കഴിയുകയാണ്. കർത്താവ് തീർച്ചയായും രണ്ടാമത് വരുമല്ലോ. നമുക്ക് വേണ്ടി കാൽവരിയിലെ കുരിശിൽ മരിച്ച് രക്ഷ സമ്പാദിച്ചു. അതിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷയുണ്ട്. ആ വിശ്വാസമാണ് രക്ഷയ്ക്കുള്ള അടിസ്ഥാനം. നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് തീർച്ചയായിട്ടും രണ്ടാമത് വരും. നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ സ്വർഗരാജ്യം, നിത്യജീവൻ നമുക്ക് ലഭിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ 50 നോയമ്പിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ യേശുവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കാരണം ആ പീഡാനുഭവമാണ് നമുക്ക് രക്ഷയുണ്ടാക്കിയത്. ഏത് താളിയോ കാരമോ ഉപയോഗിച്ച് കഴുകിയാലും ശുദ്ധീകരിക്കാത്ത ആ പാപത്തിൻ്റെ കറകൾ കർത്താവ് കുരിശിൽ തൂങ്ങി മരിച്ചപ്പോൾ നെഞ്ചിൽ ഇങ്ങനെ കുത്തുകൊണ്ട് ഒഴുകിയ രക്തമുണ്ടല്ലോ, ആ രക്തമാണ് നമ്മുടെ പാപക്കറകൾ മായ്ക്കുന്നത്. അവരുടെ വിശ്വാസമാണ് നമുക്ക് രക്ഷ നൽകുന്നത്. ആ പ്രത്യാശയിൽ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മളെ കാത്ത് പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് 4-ാം അധ്യായം നമുക്ക് ആരംഭിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ അങ്ങനെ നടത്തട്ടെ. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.